ഹാമിദ് ആറ്റുകോയ തങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് പലപ്പോഴായി ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട്. അയാൾ തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും ഒരു തങ്ങന്മാരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമല്ല അയാളിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള മോശമായ പദപ്രയോഗങ്ങൾ പലപ്പോഴായി അയാൾ നടത്തിയിട്ടുണ്ട്. തനിക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ശപിക്കുന്ന, എന്തിന് ചീത്തവരെ വിളിക്കുന്ന പല പ്രവണതകൾ അയാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മീയതയുടെ മറവിൽ പല തട്ടിപ്പുകളും ചൂഷണങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് എന്ന് പലപ്പോഴായി വിമർശനങ്ങളുമൊക്കെ ഉയർന്നു വന്നിട്ടുമുണ്ട്. പക്ഷെ അത്തരം വിമർശനങ്ങൾ ഉയരുമ്പോഴും മറുവശത്ത് അയാളുടെ പണി കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് മനുഷ്യന്മാരാകുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള വിവേകവും ബുദ്ധിയും ഉണ്ടാകണം. നല്ലതേതാണ് തെറ്റേതാണ് എന്ന് വേർതിരിച്ചു കാണാനുള്ള സാമാന്യമായ ബോധമെങ്കിലും ഉണ്ടാകണം. അതില്ലാത്ത ആളുകളുള്ള കാലത്തോളം ഇതുപോലെയുള്ള ആളുകൾക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം. ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയും ചിന്താശേഷിയും ഉപേക്ഷിച്ച് ആളുകൾ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് ഈ കൂട്ടരുടെ ഏറ്റവും വലിയ ബലം. ഇതുപോലെയുള്ള ആളുകളെ മഹത്വവൽക്കരിക്കാൻ, അവരെ പിന്തുണയ്ക്കാൻ തൊപ്പിയും തലപ്പാവധാരികളുമായ ചില ആളുകളും കടന്നു വരാറുണ്ട്. തങ്ങളുടെ പ്രയാസങ്ങളും അസുഖങ്ങളും എല്ലാം മാറുമെന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിലുള്ള കാശ് മുഴുവനും ഇത്തരം ആളുകളുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനമോ യാതൊരുവിധ ബലവും ഉണ്ടാകാറില്ല. സ്വന്തം അസുഖം മാറാൻ വേണ്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന ഈ ഹാമിദ് ആറ്റുകോയ എന്ന് പറയുന്ന വ്യക്തിയാണ് മറ്റുള്ളവരുടെ അസുഖങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള വിവേകം നമ്മുടെ സമുദായത്തിലെ ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് ഏറ്റവും കൂടുതലും വരുന്നത് സ്ത്രീകളാണ്. പാവപ്പെട്ട പ്രവാസികളായ ഭർത്താക്കന്മാർ അവിടുത്തെ വെയിലും ചൂടുമൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ നാട്ടിലേക്ക് അയക്കുന്ന പൈസകളാണ് ഇതുപോലെയുള്ള ആളുകളുടെ അടുക്കലേക്ക് ഇത്തരം സ്ത്രീകൾ കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇയാൾ മാത്രമല്ല, ഇയാളുടെ അനുജനും ഇപ്പോൾ സ്വലാത്ത് മജ്ലിസും ആത്മീയതയുമായിട്ടുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജ്യേഷ്ഠൻ്റെ വളർച്ച കണ്ടപ്പോൾ അനുജനും തോന്നിക്കാണും, എനിക്കും ഒന്ന് ശ്രമിച്ചാൽ എന്താ എന്ന്. ജ്യേഷ്ഠന് നൂറെ ഹബീബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അനുജൻ്റെ പരിപാടി എന്ന് പറയുന്നത് നൂറെ ഏർവാടി എന്നൊക്കെയാണ്. ആത്മീയ ചൂഷണങ്ങൾ അത് പല രൂപത്തിലും പല പേരുകളിലും. സമുദായത്തിലെ ചില സ്ത്രീകൾ നിസ്സാര കാര്യങ്ങൾക്ക് ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് പോയി അവിടെ ഒരു മജ്ലിസിൽ പങ്കെടുത്താൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറുമെന്ന് 110% ഉറപ്പ് നൽകുന്നു. പാവങ്ങളാവട്ടെ അവിടെ ചെന്ന് ഇവരുടെ ചടങ്ങിൽ പങ്കെടുക്കുകയും കയ്യിൽ കിടക്കുന്ന വളയും കഴുത്തിൽ കിടക്കുന്ന മാലയും എല്ലാം ഊരി ആ മജ്ലിസിലേക്ക് നൽകി നിർവൃതിയോടെ അവർ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും. അവർക്ക് കിട്ടേണ്ടത് കിട്ടും. പക്ഷേ ആ സ്വർണവും പണവും എല്ലാം കൊടുത്ത ആ സ്ത്രീയുടെ പ്രയാസങ്ങൾ മാറാതെ അതപ്പോഴും ബാക്കിയായി കെട്ടിക്കിടക്കും. ഞാനൊരു വീഡിയോയിൽ കണ്ടു, ഒരു സ്ത്രീ ഇയാളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു പരാതി പറയുന്നുണ്ട്. സ്ത്രീകളാണല്ലോ ഇയാളുടെ അടുക്കലേക്ക് ഏറ്റവും കൂടുതലും വരുന്നത്. അപ്പോൾ ഇയാളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആ സ്ത്രീ ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ മകൻ കള്ളുകുടിയൊക്കെ നിർത്തി, പക്ഷേ പണിക്കൊന്നും പോകുന്നില്ല എന്ന്. അപ്പോൾ അതിന് ഇയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ദേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ വന്നിരുന്നു 10 മാസമായി. അപ്പോൾ നല്ല കണ്ടുപിടിച്ചിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞു മന്ദിരിച്ചു എല്ലാം ചെയ്തപ്പോൾ 7 മാസം കഴിയണം നിർത്തണമെങ്കിൽ നല്ല പണിയൊന്നും തങ്ങളിപ്പോൾ പറഞ്ഞു. ഇപ്പോൾ കള്ളുടി നിർത്തി, പക്ഷെ പണിക്കും പോകില്ല. കണ്ടില്ലേ, തൻ്റെ മകൻ പണിക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ഇയാൾ തിരിച്ചു പറഞ്ഞ മറുപടി ഞാനും ഒരു പണിക്കൊന്നും പോകുന്നില്ല എന്നാണ്. ശരിയാണ്, അയാളൊരു പണിക്കും പോകാതെ സുഖമായിട്ട് ശരീരമനങ്ങാതെ നല്ലതുപോലെ കാശുണ്ടാക്കുന്നുണ്ട്. ഇന്ന് സുഖമായിട്ടിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇതുപോലെയുള്ള ആത്മീയ ചൂഷണങ്ങളും തട്ടിപ്പുകളുമെല്ലാം. ഈ ഹാമിദ് ആറ്റുകോയ തങ്ങളെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അനിയൻ, അയാളും തങ്ങളും എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അയാളുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഭക്തിയോടുകൂടിയും മനസ്സറിഞ്ഞും ചൊല്ലേണ്ടതിന് പകരം ചിരിച്ചുകൊണ്ട് അനാഥരോടുകൂടി പെരുമാറുന്ന ഒരു കാഴ്ചയായിരുന്നു ആ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ കാണിക്കാം. ووسيلتنا إلى الله يا شيخ محي الدين عبد القادر جيلاني قدس الله سره العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله
سراف العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا معين الدين جشتي الأجميري قدس الله سره العزيز ميران شاف الحميد ناغوري قدس الله سره العزيز دكتور داوود المتبعك ولي الله قدس الله سره العزيز عندمان قاسم ولي الله قدس الله سره العزيز إسام الدين ولي الله قدس الله سره العزيز شهنشاه قدس الله سره العزيز ಟಿಪ್ಪು ಸುಲ್ತಾನ್ ولي الله قدس الله سره العزيز وإلى حضرة كلهم أنبياء كلهم أولياء الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. നമുക്ക് ഒരുപാട് മഹാന്മാരുടെയും ഔലിയാക്കളുടെയും ജീവിതം പരിശോധിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രത്തോളം വിനയാനിതരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഭയത്താൽ അവരുടെ കണ്ണുകൾ നിറയുമായിരുന്നു. സ്വലാത്ത് ചൊല്ലുമ്പോൾ നിബിതങ്ങളോടുള്ള പ്രണയത്താൽ അവരുടെ ഹൃദയം തുടിക്കുമായിരുന്നു. എന്നാൽ ഇവിടെയോ ക്യാമറ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാനൊന്ന് കാണിക്കാം. അതിനകത്ത് അയാൾ ഒരു സ്ത്രീയെ ശപിക്കുകയാണ്. മുമ്പൊരു സ്ത്രീ ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചത് തനിക്കെതിരെ സംസാരിച്ചതിൻ്റെ ശാപമാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ, തിരൂരിലൊരു പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ പറയും. നിങ്ങൾക്ക് അറിയോ പെണ്ണ്, ഞാൻ അറിയ പോലും ഇല്ല, ഇന്നെ വെല്ലുവിളിച്ചു. ഈ സമയമാകുമ്പോൾ ആ റമദാൻ ആകുമ്പോഴത്തേക്ക് റബ്ബെടുത്തു. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ എന്തില്ല ആർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ആ ഒരു വിഷയം ആദ്യം പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾ ഒരാളെ പച്ചയിറച്ചി തന്നിരുന്നു, ഒരാളെയും എന്തില്ല നമ്മളൊന്നും പറയാം. എന്തിനാണ് ഇങ്ങനെ, എന്തിനാ നമ്മൾ പറയുന്നത് അറിയോ? ഞാനൊക്കെ 3 മണിന്റെ മുമ്പ് എഴുന്നേൽക്കും. എല്ലാവരും ഒരുപാട് ശപിച്ചു. എന്താ ചെയ്യാ, ശാപം അത് വലിയ പ്രശ്നമാണ്. ആ ഒരു വിഷയം മാത്രം ഞാൻ എന്തില്ല ആർക്കാണെങ്കിലും അത് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. നോക്കൂ, യഥാർത്ഥ തങ്ങന്മാർക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും അന്ന് ശത്രുക്കളുടെ ഭാഗത്തു നിന്നും നബി തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പക്ഷെ അതിനെയെല്ലാം നബി തങ്ങൾ നേരിട്ടത് സഹനത്തിലൂടെയും ക്ഷമയിലൂടെയുമാണ്. എന്നാൽ ഇവിടെ ആകട്ടെ ആ പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണെന്ന് ഇത്തരത്തിൽ സ്വയം വിശേഷിപ്പിക്കുന്ന ഇയാൾ തനിക്കെതിരെ സംസാരിച്ച ഒരു സ്ത്രീയുടെ മരണത്തിൽ പോലും അത് തൻ്റെ ശാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത്തരം ശാപവാക്കുകൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും തങ്ങൾക്കെതിരെ ആരും ശബ്ദമുയർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കെതിരെ സംസാരിച്ചാൽ ക്യാൻസർ വരും, കുടുംബം തകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ഭയമുണ്ടാക്കി നിർത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള ആത്മീയ കച്ചവടം അത് സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഇത്തരം ആളുകൾക്ക് നന്നായി അറിയാം. ഇത്രയും മോശമായി വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് സ്ത്രീകൾ തങ്ങളുടെ സ്വർണവും പണവും ഒക്കെ കൊടുത്തിട്ട് അവരുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെല്ലുന്നത്. പടച്ചവൻ അത്തരം ആളുകൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ.